മുസ്ലിം ലീഗിൽ ലോക്സഭാ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ തിരക്കിട്ട ചർച്ചകൾ. അന്തിമ തീരുമാനം നാളെ പാണക്കാട്ട് ചേരുന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും. രാജ്യസഭാ സ്ഥാനാർത്ഥിയായി PMA സലാമിന്റെ പേര് PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിന് വേണ്ടി ET മുഹമ്മദ് ബഷീർ MP വീണ്ടും സമ്മർദ്ദം ശക്തമാക്കി. 35 വർഷവും മത്സരിച്ചത് മറ്റു മണ്ഡലങ്ങളിലാണെന്നും സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിക്കണമെന്നും ET പാർട്ടിയെ അറിയിച്ചു. മുബഷീർ P അക്ബർ ഉണ്ട്. മുബഷീർ, എന്തൊക്കെയായിരുന്നു ഇന്ന് ലീഗിന്റെ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ? PK കുഞ്ഞാലിക്കുട്ടി PMA സലാമിന് വേണ്ടി ശക്തമായ രീതിയിലുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. തീർച്ചയായും ബിനിൽ, മുസ്ലിം ലീഗിന്റെ അണിയറയിൽ ശക്തമായ സജീവമായ ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട് വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഈ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെ അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലെ MP ആയ ET മുഹമ്മദ് ബഷീർ MP മലപ്പുറത്തായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പൊന്നാനിയിൽ ഇത്തരത്തിൽ മലപ്പുറം MP ആയ അബ്ദുസ്സമദ് സമദാനിയും മത്സരരംഗത്തുണ്ടാകും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. നേരത്തെ മലപ്പുറം സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ET ആദ്യഘട്ടം മുതൽ തന്നെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തനിക്ക് ഇത്തരത്തിൽ യാത്രാ ബുദ്ധിമുട്ടുണ്ട്, കൂടാതെ തന്റെ നാട് ഉൾപ്പെടുന്ന മേഖലയിൽ ലോക്സഭാ പ്രതിനിധിയായി മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും പാർട്ടി അറിയിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പൊന്നും ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയത് എന്നുള്ളതാണ്. രണ്ടാമതായി അതായത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധിക സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. അധിക സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് വിട്ടു നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഈ ഒരു രാജ്യസഭാ സീറ്റിലേക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമനെ അയക്കാനുള്ള സജീവമായ ചർച്ചകളാണ് ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് PMA സലാം. അദ്ദേഹം നിലവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ തിരുവങ്ങാടി മണ്ഡലത്തിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം താല്പര്യം അറിയിച്ചിരുന്നു. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകിയിരുന്നില്ല. അതിനെ തുടർന്ന് പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചുമതലയായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത്. പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം തന്നെ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി നിലവിൽ അത്തരമൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് PMA സലാം കടന്നു വരികയാണെങ്കിൽ സമസ്തയുമായുള്ള തർക്കം ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ അദ്ദേഹം വിജയിക്കില്ല എന്നൊരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള സജീവമായ ചർച്ചകൾ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ലീഗിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ യുവജന വിഭാഗങ്ങളിലെ നേതാക്കളെയും അതിൽപ്പെട്ട ആരെങ്കിലും രാജ്യസഭയിലേക്ക് അയക്കണമെന്ന ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും നാളെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. നേരത്തെ ET മുഹമ്മദ് ബഷീറും ഇക്കാര്യങ്ങളിൽ അത്തരം ഒരു പ്രതികരണം തന്നെയാണ് റിപ്പോർട്ടർ TVയോടും നടത്തിയത്. ബിനിൽ. ഓക്കെ, മുബഷീർ P അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.